ഇതൊക്കെ ആ ഒരു പൂരത്തിന് വേണ്ടി മാത്രം വന്നിട്ട് RSSകാരെ കണ്ടതൊന്നുമല്ല. നിങ്ങളിപ്പോൾ ആകെ 2 പ്രാവശ്യം കണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. 10,000 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അവരായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസർഗം, അവരുടെ അജണ്ട തന്നെ അവിടെ നടക്കും. ഇതൊരു പ്രപഞ്ച സത്യമല്ലേ, പിന്നെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കണോ? ലിവ് ഇറ്റ്. ജനങ്ങൾക്ക് വിട്ടുകൊടുത്തോളിക്കും. ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത് ബോധ്യപ്പെടാത്തത്? ബോധ്യപ്പെട്ടു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ്? അതെനിക്കറിയില്ല. അതിപ്പോൾ അറിയാത്ത ചില സംഗതികൾ അങ്ങനെയാണല്ലോ. അതിപ്പോൾ ബോധ്യപ്പെടണമെങ്കിൽ ചില ആളുകൾക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇന്നലെ EP പറഞ്ഞില്ലേ, എന്തോ ഉറങ്ങുന്നതിന് ഉറങ്ങാത്ത കാര്യമൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ല, അത് എനിക്കറിയില്ല. EP എന്തോ പറഞ്ഞു, ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു? ഞാൻ EP പറഞ്ഞ കാര്യം സാഹചര്യം പറഞ്ഞത് മനസ്സിലല്ലേ? അത്രേ ഉള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു. അത് ADGP അജിത് കുമാർ തന്നെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതന്നെ ഹെഡ്മാസ്റ്ററെ കുറിച്ചുള്ള കാര്യം പ്യൂൺ അന്വേഷിച്ച് ഹെഡ്മാസ്റ്റർക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലേ മുമ്പ്, ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യമല്ലേ. എന്ത് വിമർശനമല്ലല്ലോ, അയാളെ ഡിസ്മിസ് ചെയ്യണം, സസ്പെൻഷൻ അല്ല. ഞാൻ ആദ്യം പറഞ്ഞ അയാളെ മാറ്റി നിർത്തണമെന്നാ. അതൊന്ന് ഞാൻ ഒരാഴ്ച മുമ്പ് പുറകോട്ട് പോയി. അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറയുന്ന അയാളെ ഡിസ്മിസ് ചെയ്യണം. ഈ ഡിപ്പാർട്ട്മെന്റിന് അയാൾ താഴെ ഇറക്കണം. അയാൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ആളല്ല. അത് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന സത്യ, അത് ജനങ്ങൾക്കറിയാം. അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ മൈക്ക് കാണിക്കുന്ന നിങ്ങൾക്കും അറിയാം, അവിടെ മൈക്ക് ക്യാമറ വെക്കുന്ന അവർക്കും അറിയാം, ഈ ചുറ്റും നിൽക്കുന്ന ജനങ്ങൾക്കും അറിയാം. അയാളെ ഡിസ്മിസ് ചെയ്യണം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ക്രിമിനലാണ്, നൊട്ടോറിയസ് ക്രിമിനൽ, ഒരു തർക്കമില്ല. ഇത് പറഞ്ഞതാ. കഴിഞ്ഞ ദിവസം MLA ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇനി അടുത്ത നിയമസഭാ സമ്മേളനത്തിന് ഈ കാര്യം പറയാൻ പറ്റുന്ന ഉറപ്പില്ല. അത് എന്താ?